ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് അരി വേവിക്കാനായിട്ട് വെള്ളം തിളക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണക്കൊന്നുമില്ല, അരി ഊറ്റിയെടുക്കാനുള്ളതാണ്. ഒരു 2.5 ഗ്ലാസ് അരി എടുത്ത് കഴുകി വെച്ചിട്ട്, കുതിർത്തിട്ടില്ല, ഇപ്പം കഴുകി വെച്ചിട്ടേ ഉള്ളേ. ഒരു 300 ഗ്രാം ചിക്കൻ വരും. അത് നാരങ്ങാനീര്, ഒരു മുറി നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെച്ചേക്കുക. പിന്നെ ചെറുതല്ല, ഇടത്തരം 2 തക്കാളി ഇതിനകത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എല്ലാം കൂടെ തണ്ടോടുകൂടി ഇതിനകത്തിടാം. പിന്നെ കുറച്ച് പുതിനയില, ഇത്രയും മതി. ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ മിക്സിയുടെ ജാർ ഇതൊന്ന് അരച്ചിട്ട് വരാം. ചോറിൻ്റെ വെള്ളം തിളച്ച് അരിയിടാം. ഇത് 2.5 ഗ്ലാസ്സാണേ, 2 ഗ്ലാസ് കൈമ അരി. നമ്മുടെ അരിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ശകലം. ഇതൊന്ന് ഇളക്കാം. ഇതിവിടെ കിടന്ന് വേവട്ടെ, ഇത് ഊറ്റിയെടുക്കാനുള്ളതേ. പ്രഷറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, റബ്ബറൊന്നും ഇട്ടിട്ടില്ല, വെറുതെ അടച്ചു. ഇനി ഇതിന് വേണ്ട മസാലയ്ക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 ഏലക്ക, 3 ഗ്രാമ്പു ഇത് തന്നെ, പിന്നെ 2 പട്ട, ചെറിയ 2 കഷ്ണം പട്ട ഉണ്ടോ, പിന്നെ 4 കൊല്ലമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലി, ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂട്ടെ. ഇതിവിടെ നിന്ന് ആറട്ടെ. ഇത് തണുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനേ. ഇനി നമ്മുടെ മസാല തണുക്കുന്ന നേരം കൊണ്ട് ഒരു ഇരുമ്പേട്ടി ഇവിടെ വെക്കേ. ഇരുമ്പേട്ടി ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ, മതി. നമ്മൾ എണ്ണ ചൂടാവട്ടെ. ഒരു 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പൂണ്ട് വെളുത്തുള്ളി, ഒരു 7 വരും, അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം, ഈ എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണേ. ഒത്തിരി അങ്ങ് വഴലണ്ട, ഒരു ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ മാറ്റം വന്നാൽ മതി. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിവിടെ കിടന്ന് വാടട്ടെ. അരി വെന്ത് കഴിഞ്ഞ് ഞാൻ തീ കുറച്ചിപ്പോൾ മതിയേ. ഞാൻ ഇത് അരി ഒന്ന് ഊറ്റട്ടെ. ഗ്യാസ് ഓഫാക്കുകയാണ്. നമ്മുടെ ഈ മസാല തണുത്തിട്ടുണ്ടേ, ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഉള്ളി വഴന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് പച്ചമണം മാറിക്കോട്ടെ. ആ നേരത്തിന് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ മാറി വന്നു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണവും മാറി. ഇനി ഇതിനകത്ത് ഇത്രയും വാടിയാൽ മതി. ഇതിനകത്ത് ഈ അരച്ച് വെച്ച എന്തില്ലേ, മല്ലിയിലയും തക്കാളിയും പുതിനയും കൂടെ അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ല വരണ്ട് വരണേ, വഴന്ന് വരണം. നമ്മുടെ തക്കാളിയുടെ മണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ ഇത് ചേർത്ത് വെച്ചേക്കുന്നില്ലേ, മഞ്ഞൾപ്പൊടിയും നാരങ്ങയും,
ഉപ്പും കൂടെ ചേർത്ത് ആ ചിക്കൻ ഇതിനകത്തിട്ട് കൊടുക്കേ. കുറച്ച് ഉപ്പ് ചേർത്താൻ വെച്ചിട്ടുള്ള ചിക്കൻ, എന്നാലും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേ. സവാളയൊക്കെ ഇല്ലേ, തക്കാളിയും അങ്ങനെ ഉപ്പ് അത്ര പോരാ. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട, ഇതൊന്ന് അടച്ചു കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് വേവിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ചെറിയ കഷ്ണമല്ലേ ഇത്, പിന്നെ കുറേ നേരം ഞാൻ ഒരു 10-15-20 മിനിറ്റോളം നാരങ്ങ നീര് ചേർത്ത് വെച്ചേക്കുമായിരുന്നു. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് കൊടുക്കാം, ചെറിയ തീയിലിരുന്ന് വേവട്ടെ. നമ്മളെ കറി നോക്കേ. ചെറിയ തീയിലാണേ, ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞു. ശകലം തീ ഒന്ന് കൂട്ടെ. ഇനി ഇതിനകത്ത് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മളീ പൊടിച്ചു വെച്ച മസാലയില്ലേ, ആ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. നല്ല മസാലയുടെ മണം. ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് വീണ്ടും ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. വീണ്ടും ഞാൻ കുറച്ചിടുവേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഒക്കെ റെഡിയായി. ഈ ചിക്കൻ്റെ മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഓ, നല്ല ടേസ്റ്റ് ചിക്കൻ മസാല. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറിൽ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടോട്ടെ. തീരെ കുറവിലാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ചോറ് ഇതിനകത്തിടാം. ഇത് മതി. ഇനി ഇതിനകത്ത് ഞാനിപ്പം നെയ്യും ഒന്നും ഒഴിക്കുന്നില്ല. ഇതിനകത്ത് കുറച്ച് മല്ലിയില, പിന്നെ ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞു വെച്ചേക്കുന്നു, ഒരു പച്ചമുളക്, ഒരു തണ്ട് പുതിനയില. എന്നിട്ട് അതെല്ലാം കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. അല്ല, അതിനു മുമ്പ് അപ്പം നമ്മൾ പൊടിച്ച് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത മസാലയില്ലേ, ആ മസാലയിൽ നിന്ന് കുറച്ച് മസാല എൻ്റെ പുറത്ത് തൂക്കി കൊടുക്കാം. ഈ മല്ലിയില, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ ബിരിയാണി എങ്ങനായെന്ന് നോക്കേ. കുറച്ച് നേരമായി, ഒരു 3-4 മിനിറ്റായി. നല്ല മണം.
ചെറിയ തീയല്ലേ, പേടിക്കൊന്നും വേണ്ട, കരിയത്തൊന്നുമില്ല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ബിരിയാണി നമുക്ക് താഴോട്ട് വെക്കേ. നോക്കിയേ, സൂപ്പർ ടേസ്റ്റായി ബിരിയാണിക്ക്. അടിപൊളി ബിരിയാണിയാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.